ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ നട്ടു വളർത്താൻ സാധിക്കുന്നതും തീരെ പരിചരണം ആവശ്യമില്ലാത്തതും എന്നാൽ നല്ല ഭംഗിയുള്ള വ്യത്യസ്തമായ കളറുകളുള്ള വ്യത്യസ്തമായ ഷേപ്പിലുള്ള പല പല അടുക്കുകളുള്ള പൂക്കൾ തരുന്ന അഡീനിയം ചെടികളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ അഡീനിയത്തിനെ വളർത്തുമ്പോൾ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം വളർത്താൻ. നല്ല ചൂടുള്ള സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്തിരിക്കുന്ന അഡീനിയം ചെടികളാണ് നിറയെ പൂക്കൾ തരുന്നത്. അപ്പം പല ആളുകളും പരാതി പറയാറുണ്ട്, എൻ്റെ അഡീനിയം ചെടിയിൽ പൂവില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അഡീനിയം ചെടികളിൽ പൂവില്ലാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സൂര്യപ്രകാശവും ചൂടും വെളിച്ചവും ഒക്കെ കിട്ടുന്നതിനുള്ള കുറവാണ്. പിന്നെ അഡീനിയം ചെടികളിൽ അവരവരുടെ ആവശ്യത്തിനുള്ള വെള്ളം സൂക്ഷിച്ച് വെക്കുന്നതാണ്. അവരുടെ കോഡെക്സ് എന്ന് പറയുന്ന ഭാഗമില്ലേ, ചുവട്ടിലെ തടിച്ചിരിക്കുന്ന ഭാഗം. അപ്പോൾ അവരാവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് സംഭരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമാണെങ്കിൽ ധാരാളം. അതായത് അഡീനിയം ചെടി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ചുവട് ഭാഗത്തുള്ള മണ്ണിൽ നമ്മൾ തൊട്ട് നോക്കുമ്പം നനവില്ലെങ്കിൽ മാത്രം നമ്മൾ അഡീനിയം ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മഴക്കാലത്ത് ഒരു കാരണവശാലും വെള്ളം കൊടുക്കരുത്. പറ്റുമെങ്കിൽ മഴ നനയാതെ മാറ്റി വയ്ക്കുകയാണ് അഡീനിയം ചെടികളെ നമ്മൾ മഴക്കാലത്ത് ചെയ്യേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, മഴക്കാലത്ത് അഡീനിയം ചെടികൾക്ക് തീരെ വളം കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ജൈവവളങ്ങളൊക്കെ നമ്മൾ അഡീനിയം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലത്തെ കുഴപ്പം എന്ന് പറയുന്നത് അവർ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാനും ലയിച്ച് ചേരാനും ഒക്കെ താമസം വരുമ്പോൾ ഫംഗസുകൾ പിടിക്കാനും ആ ഫംഗസുകൾ പലപ്പോഴും നമ്മളുടെ ചെടിയെ തന്നെ ആക്രമിച്ച് നശിപ്പിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ പരമാവധി ജൈവവളങ്ങൾ ഈ അഡീനിയം ചെടികൾക്ക് ചുവട്ടിലിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കണം. എനിക്ക് കുറച്ച് അഡീനിയം ചെടികളാണുള്ളത്. അത് ഞാൻ സാധാരണ വെക്കുന്ന മുറ്റത്തിൻ്റെ അരികിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നാളുകളായിട്ട് അങ്ങനെ തന്നെയാണ്. അവർ മഴയത്തും വെയിലത്തും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇപ്പം മഴ വന്നാൽ കുറച്ച് ദിവസമൊക്കെ മഴ പെയ്യും, പിന്നെ വെയിൽ വരുമ്പോൾ അവർ വീണ്ടും പണ്ടത്തേതുപോലെ ശരിയാകും. അങ്ങനെ ഞാൻ വെച്ചിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ മാറ്റി വെക്കാൻ ഒരു നല്ല സ്ഥലം ഉണ്ടായിരുന്നില്ല, പറ്റുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ വീടിൻ്റെ അരികിലോട്ടൊക്കെ ചേർത്ത് ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞാലേ പാമ്പൊക്കെ വരികയും അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പം നമുക്കറിയാമെന്നല്ലേ, ചെറിയൊരു നീർക്കോലിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഓട്ടുപാമ്പോ ഒക്കെ കണ്ടാൽ തന്നെ ആൾക്കാർ പറയും ഭയങ്കര ശംഖുവരയനാണ് അല്ലെങ്കിൽ മൂർഖൻ പാമ്പാണ് എന്നൊക്കെ പറയുന്നൊരു കാലമാണല്ലോ ഇത്. അപ്പോൾ ഞാൻ ഈ വീടുകളുടെ ചുറ്റുപാടിലോട് ചേർത്ത് അങ്ങനെ വെക്കാതിരുന്നത് കൊണ്ട് ആ ഇരിക്കുന്നിടത്ത് ഇരിക്കട്ടെ, ഇത് സാധാരണ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണല്ലോ നമ്മൾ കാണുന്നത്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ മഴയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മെയ് മാസത്തിൽ തുടങ്ങിയിട്ട് 6 മാസക്കാലത്തോളമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ്. അത്രയും മഴയെ എൻ്റെ ചെടികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മളിത് ഇവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ, ഏകദേശം അവരെല്ലാവരും തന്നെ ഇലയൊക്കെ പൊഴിച്ച് ചിലതിൻ്റെയൊക്കെ ചുവട് വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടാണോ അതൊന്നും നമുക്ക് കാണാൻ അങ്ങനെ നോക്കാൻ പോലും പോകാൻ പറ്റുന്നില്ല. അതുപോലെ തുടർച്ചയായിട്ട് മഴയുള്ള ഒരു സമയമായിരുന്നു. ചിലതൊക്കെ ചീഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരെ സുരക്ഷിതമായി ഒരു സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കാം എന്ന് തീരുമാനിച്ചിരിക്കുവാണേ. അപ്പം നമുക്കതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ GI പൈപ്പ് ഇറക്കിയിട്ടു. കണ്ടോ, കിടക്കുന്നത് കണ്ടോ GI പൈപ്പുകൾ? കുറച്ചെണ്ണം മതിയായിരുന്നു കേട്ടോ. പണിക്കാരനൊക്കെ വന്നിട്ടുണ്ട്. ഒരു മെയിൻ ആളും അതിൻ്റെ ഒരു ചെറിയ പണിക്കാരൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല പെട്ടെന്ന് തന്നെ പണികളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം അവർ വളരെ വേഗത്തിൽ അടിച്ച് സെറ്റാക്കി. കണ്ടോ, ഇതേപോലത്തെ ഒരു 4 പീസുകൾ ചേരുന്ന ഒരു 2 സെറ്റാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർ പണിത് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്താൽ നമ്മൾ പറയുന്നത് പോലൊക്കെ തന്നെ അവർ ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞപ്പം ഞാനതിന് കറുത്ത പെയിൻറ്റ് വാങ്ങിച്ചടിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് തുരുമ്പിക്കും കേട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു കിടുക്കാച്ചി ഐറ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം, അതിനെന്തിനാണെന്നും പറയണേ. അപ്പം ഞാൻ എൻ്റെ ഈ അഡീനിയം വെക്കുന്നത് ഈ ഭാഗത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണേ. കാരണം ഇത് കണ്ടോ, ഇത് നമ്മൾ ഇന്നാൾ റീസെറ്റ് ചെയ്ത ഒരു പ്ലാന്റാണ്, റീപോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ഇതിന് മഴക്കാലത്തും കണ്ടോ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെളിച്ചവും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഇവിടോട്ട് ഇട്ടിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് പിടിച്ചു കൊണ്ടിടാം. ശക്തിമാൻ എൻ്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ. നമ്മളിതേ ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ നമുക്കിതിനെ ചിലപ്പോഴാണെങ്കിൽ കുറച്ച് പുറകോട്ട് മാറ്റി വെക്കേണ്ടി വരുവേ. പിന്നെ നമുക്ക് ഈ ഒരു സ്റ്റാൻഡും കൂടെ ഉള്ളേ. ഒരേ സമയം നമുക്ക് 2 തട്ടേൽ വെക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. ഈ സാധനം കണ്ടോ, ഇതൊരു കിഡിലോസ്കിയാണേ. ഇത് നമ്മുടെ അടുക്കളയിലെ സ്ഥലം
യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച്, അതായത് നമുക്ക് അടുക്കളയിലുള്ള സ്പേസ് അനുസരിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഞാനിത് എങ്ങനെയാണ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം വെച്ചിട്ട് കാണിച്ചു തരാവേ. എനിക്ക് കുറച്ച് ചെടികളെ ഉള്ളൂ, അപ്പം ഇതേ കൊള്ളുമായിരിക്കും, നമുക്ക് നോക്കാം. ഇനി വേറെ സ്ഥലം എനിക്കിവിടെ ഇല്ല ഇത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഒരെണ്ണം കൂടെ അല്ല രണ്ടെണ്ണം കൂടെ എനിക്ക് അടുപ്പിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. മാറ്റിക്ക്, ഞാനത് മറ്റേത് പോയി കുറച്ച് പുറകോട്ട് നീക്കി വെച്ചിട്ട് വരാം. അപ്പോൾ നമുക്കിതേ കുറച്ച് ചെടികളുള്ളത് ഞാൻ ഇവിടോട്ട് പെറുക്കി അടുക്കി വെക്കാൻ പോവുകയാണ്. അടുക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനും ശിവദത്തും കൂടെ ഓരോന്നോരോന്ന് വീതം പെറുക്കി ഇതിലോട്ട് വെക്കുവാണേ. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പോൾ കണ്ടോ, മുകളിലിരിക്കുമ്പം പൊക്ക കൂടുതലാണ്. അപ്പം നമ്മളവരെ താഴെ ഇറക്കി വെച്ചു. എൻ്റെ ശിവദത്ത് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ചു. എൻ്റെ പിള്ളേരെന്നെ ഇതേപോലെ ഓരോ കാര്യങ്ങളിലും സഹായിക്കുന്നവരാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ തന്നെ ശരിയായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നത്. നമ്മുടെ പിള്ളേരുടെ സഹായം വലുതാണ്. അപ്പോൾ നമ്മളിതേ വെറുതെ ഇവരെ ഇങ്ങോട്ട് പെറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല, ഇതിനകത്തൊന്നും തീരത്തില്ല. ഇനിയും ദേ അവിടെ ഒരു 1 2 3 4 5 6 ഇവിടെ 2 8 വേറെ നിൽക്കുന്ന ഒരു 10-20 എണ്ണം കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിനി ഒരു സ്റ്റാൻഡും കൂടെ അടിക്കേണ്ടതാണ്. ഇതിനെന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടലെന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്തെ ചെടിയല്ലേ ഉള്ളൂ, ഇത്ര ഇറക്കി വെക്കാനേ ഉള്ളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചെടി കൂടുതലാണ്. ഇനി നമ്മുടെ മൾട്ടിപ്പിൾ ലെയർ ഉണ്ടല്ലോ, കൂടുതൽ ലെയറുള്ള ചെടി, അതെല്ലാം വേറൊരു സ്ഥലത്തിരിക്കും. ഇനി അവനേക്കടെ നമുക്കിവിടെ കൊണ്ടുവരണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് അടിക്കണം. ഇവരാരും സമ്മതിക്കത്തുമില്ല, ഇടയില്ല. അപ്പോൾ ഇവരെ നമ്മൾ ഇനി ഒരേ ലെവലിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പക്ഷേ മഴക്കാലത്ത് ഒരു കാരണവശാലും പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇന്ന് ഉച്ച വരെ മഴ പെയ്തിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 4-4:30 5 മണി പോലത്തെയൊക്കെ ഒരു സമയമായിട്ടുണ്ട്. രാത്രി ചിലപ്പോൾ ഇടിച്ചു കൂത്തി മഴയായിരിക്കും. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ചെടി ആ മുറിച്ച ഭാഗം തൊട്ട് താഴേക്ക് കുറേ ഭാഗം ചീഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. എല്ലാം പോകണമെന്നില്ല, ചിലപ്പം പോയേക്കാം, അല്ലെങ്കിൽ പോകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് മഴക്കാലത്ത് ആരും അഡീനിയം ചെടി പ്രൂൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഇവർക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിരിക്കുവാണല്ലോ. അപ്പോൾ ഇത്രയും ദിവസം തുടർച്ചയായ മഴയത്ത് നിന്നതല്ലേ, പല കമ്പുകളൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഞാനിപ്പോൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പാത്രത്തിനകത്തോട്ടൊരു 2-3 ഗ്രാം സാഫ് എടുക്കുവാണേ. സാഫ് നല്ലൊരു ഫംഗിസൈഡാണ്, ഫംഗസ് രോഗങ്ങളെ മാറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാഫ് എടുത്തിട്ടുണ്ട്. ഇത് 1 ലിറ്ററിൻ്റെ പാത്രമാണേ. അപ്പോൾ ഇതിനകത്തോട്ട് 1/2 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ ഏകദേശം കലക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വെറുതെ ഈ ചെടിയുടെ ചുവട്ടിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫംഗിസൈഡ് ഇതുപോലെ സാഫ് തന്നെ കലക്കി അത് ഒരു 2 ഗ്രാം 1 ലിറ്ററിൽ വരത്തക്ക രീതിയിൽ കലക്കിയിട്ട് ചെടികളുടെ ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ സാഫ് ഈ കുപ്പിക്കകത്ത് എടുത്തിരിക്കുന്നതാണ്. ഏകദേശം ഒരു 2 ഗ്രാം സാഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് ഇതുപോലെ ഇതിനെ മുറുക്കി അടച്ചെടുത്തിട്ട് ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇന്നിപ്പം മാറ്റി വെച്ചതല്ലേ ഉള്ളൂ മഴയത്തൂന്ന്, അതുകൊണ്ട് ഞാൻ ഇതിനിപ്പം വളമൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. ഇതുപോലെ നമ്മൾ സാഫൊക്കെ കൊടുത്ത് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് ഇലകളെല്ലാം സ്പ്രേ ചെയ്തിട്ട് നിർത്തുമല്ലേ. അപ്പം ഇവരിതേപോലെ നിൽക്കട്ടെ. ഒരു 2 ആഴ്ച കഴിയുമ്പം ഇവരുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.